ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. നമ്മുടെ സ്വന്തം മല്ലു അർജുൻ നായകനായിട്ട് വരുന്ന പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയിലെ ഫീലിങ്സ് എന്ന് പറഞ്ഞ സോങ്ങിന്റെ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. 4 മിനിറ്റ് 11 സെക്കൻഡ് ആണുള്ളത്. ആദ്യത്തെ സോങ് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അത് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ തലേ കയറാൻ വരും ചെയ്തിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞു, അല്ലു അർജുൻ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയെ ഒരുമാതിരി കോത്താഴത്തിലാക്കുന്ന രീതിയിലുള്ള പാട്ട് വന്നു കഴിഞ്ഞാൽ ആരായാലും അങ്ങനെ ചോദിച്ചു പോകും. അത് ഞാനും ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും ഈ സോങ് അതിനുള്ളൊരു മറുപടി ആയിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ലെറ്റ്സ് വാച്ച്. കണ്ടു നോക്കാം, കേട്ടു നോക്കാം. റെഡി ബൂം പാ. ഇതല്ല രസം കേൾക്കാൻ ഈ തുടക്കം. മല്ലു അർജുൻ അല്ലു അർജുൻ ഉറങ്ങുന്ന നേരത്ത് ഉണരുന്ന നേരത്ത് ഒന്നും ചെയ്യാതിരിക്കുന്ന നേരത്ത് കൈവിരൽ മുട്ടുന്ന നേരത്ത് നേരത്ത് കാലുകൾ തട്ടുന്ന നേരത്ത് നേരത്ത് ഓരോരോ നേരവും നീയുള്ള നേരത്ത് വന്നല്ലോ ഫീലിങ്സോ വന്നല്ലോ ഫീലിങ്സോ വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സോ വന്നല്ലോ ഫീലിങ്സോ വന്നല്ലോ ഫീലിങ്സോ വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കണ്ണുകൊണ്ടെന്നെ വിളിക്കുന്ന നേരത്ത് പുതിരും നേരത്ത് പൊന്നണിയും നേരത്ത് അണിഞ്ഞൊരുങ്ങാതിരിക്കുന്ന നേരത്ത് വരുന്ന നേരത്ത് നേരത്തെ താവുന്നിടം വരും നേരത്ത് നേരത്തെ വെള്ളം വരിട്ടു നിൽക്കുന്ന നേരത്ത് വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സ് സിജു സിതാര കൃഷ്ണകുമാർ ശേഖർ ചെറി PSP പൊതിച്ചൊരച്ചറിനായി തൊന്ന മുളകരച്ചിടുമ്പോൾ പൊടിഞ്ഞ പയ്യപ്പ് ചേലത്തുമ്പാൽ കുടച്ചെടുത്തിടുമ്പോൾ വെയിൽ ചൂടിലഴയിൽ ദിപ്പുകിൽ വിരിക്കുമ്പോൾ നിന്നെയൻ വാസനയൻ മനസ്സിലെത്തിടുമ്പോൾ കൈകളും കെട്ടിമുടി മറിക്കെട്ടുമ്പോൾ തലയിണ കെട്ടി പിടിച്ചു കിടക്കുമ്പോൾ സമയം ഉറങ്ങ കിടക്കുമ്പോ വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നു വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സോ വന്നല്ലോ ഫീലിങ്സോ വന്നു വന്നു കൊല്ലുന്നല്ലോ ഫീലിങ്സോ ഓ നല്ല രസം കേൾക്കാൻ. നീ പൂവാലയായൻ തല തോർത്തിടുമ്പോൾ അതിനിടയ്ക്ക് എന്നിടുപ്പിൽ നീ പതിയെ തൊട്ടിടുമ്പോൾ ചില കൈകൾ കൊണ്ട് നീ എനിക്ക് ചോറൂട്ടി തരുമ്പോൾ ചോറുന്ന നേരം ചൂടുള്ള മൊത്തം നീ തന്നിടുമ്പോൾ പുഷ്പന്റെ കാര്യം നീയിൽ കരമുട്ടുമ്പോൾ വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സോ വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സ് ഓ നൈസ് നൈസ് യാ മൈ ബോയ്. പൊളി. ഈ ഒരു സാധനം വന്നതോടുകൂടി പൊളി. മറ്റത് ഒരു സുഖമില്ലാത്തൊരു പാട്ടായിരുന്നു. പക്ഷെ ഇവിടെ സൂപ്പർ പാട്ട്. അതും ആ തുടക്കത്തെ ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം
അതൊരു രക്ഷയില്ല. അതായത് ഓരോ സമയത്തും തുടക്കത്തിലാണെങ്കിലും അതിന്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെങ്കിലും എങ്കിലും വന്നതാണെങ്കിലും ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആ 8D സൗണ്ട് നമ്മുടെ സമയത്തില്ല, ഈ ചെവിന്ന് ആ ചെവിക്ക് പോകുന്ന ഒരു പരിപാടി. അത് ഈ പാട്ട് കേൾക്കുന്ന ആളുകൾ ശരിക്കും ഫുൾ ഹെഡ്സെറ്റ് വെച്ച് നല്ല വോളിയത്തിൽ കേൾക്കുകയാണെങ്കിൽ ഭയങ്കര ഫീലിങ്സ് ഉണ്ട്. അതിന്റെ ആ ബീറ്റുകൾ നല്ല രസമുണ്ട്. അവസാനമൊക്കെ ഈ സോങ്ങിന്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ മുഴങ്ങി നിൽക്കുന്നുണ്ട് ചെവിയിൽ. അത് നല്ലൊരു ഉത്സവ ഫീല് കിട്ടുന്ന ടൈപ്പ് ഒരു പാട്ട്. ഭയങ്കര ഹാപ്പി ഹോർമോൺസ് ഇങ്ങനെ ഓടി നടക്കണല്ലേ ആ സമയത്തുള്ളൊരു പാട്ടാണ്. പിന്നെ ഈ പുഷ്പരാജാണത്ര ശരിയൊന്നും അല്ല. ചോറിനാൻ പോകുമ്പോഴൊക്കെ മുത്തം കൊടുക്കുന്നത്, വേറെ എത്ര സമയമുണ്ട്? അപ്പോൾ അതും ശരിയല്ല എന്നുള്ളത് പറയുന്നു. എന്തായാലും രശ്മിക പുള്ളിക്കാരന്റെ ഡാൻസ് നല്ല രസമുണ്ട്. മറ്റേത് ശ്രീലീല ഡാൻസിങ് ക്വീൻ ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ അതിൽ അങ്ങനെ അത് ഒരുപാട് സാധനം തന്നിട്ടില്ല. ജസ്റ്റ് ചെറിയ ലിറിക്കൽ ആ ഫോട്ടോസ് മാത്രമേ തന്നിട്ടുള്ളൂ. നല്ലൊരു സ്റ്റെപ്പ് ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇതും അങ്ങനത്തെ ലിറിക്കൽ ആണെങ്കിൽ പോലും എനിക്ക് അതിനേക്കാളും ഭയങ്കര 10 ഇരട്ടി ഇഷ്ടമായി ഈ സോങ്. അതായത് ആ ആദ്യത്തെ കിസിക്കി എന്ന് പറഞ്ഞ സോങ്ങിനേക്കാൾ 10 ഇരട്ടി ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് ഈ സോങ്. അത്ര ഗംഭീര സോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അല്ലു അർജുൻ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനത്തെ പാട്ടൊക്കെ വരുമ്പോൾ അല്ലു അർജുൻ്റെ ഒരു നല്ല മനോഹരമായ ഡാൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മലയാളം ഇവിടെ കൊച്ചിയിലാണോ തമിഴ്നാട്ടിലോ ചെന്നൈയിലാണോ തോന്നുന്നു വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു പുള്ളി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരു ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നതാണ് ഈ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത്, അതുപോലെ ഓഡിയോ ലോഞ്ചോ മറ്റു പരിപാടി വെക്കുന്ന സമയത്ത്. പക്ഷെ ചില സമയത്ത് നമുക്ക് തന്നെ ഡാൻസ് ചെയ്യണമെന്ന് തോന്നും, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മറ്റേ പുഷ്പ 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 അതാണ്. അപ്പൊ അത് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാനം ഇങ്ങനെ സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ പുള്ളിക്ക് ഡാൻസ് ചെയ്യാൻ ശരിക്കും ഇഷ്ടമാണ്, അത് നമുക്ക് അറിയുന്നതാണ്. പുള്ളീനെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അല്ലു അർജുൻ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ അല്ലു അർജുന്റെ ഡാൻസിന്റെയും കട്ട ഫാൻസ് ആയിരിക്കും. അതിങ്ങനെ എല്ലില്ലാത്ത മാതിരി കടന്നിങ്ങനെ പെട്ടക്കും ചെക്കൻ ഇങ്ങനെ എങ്ങനെയാണ് പരിപാടി നിങ്ങൾ മനസ്സിലാവുള്ളൂ. എങ്ങനെയാവും ചെക്കന്റെ ശരീരം പലപ്പോഴും ഉണ്ട്. എന്റെ പെങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ഹീറോ സിനിമയൊക്കെ വരുന്ന സമയത്ത് കടന്നിങ്ങനെ പെട്ടക്കല്ലേ. അത് ആ സിനിമയിൽ മാത്രമല്ല, പുള്ളി ആര്യ 2 അതിലൊക്കെ ആ പോയ സോങ്ങിലൊക്കെ എന്തായി കാണിക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഡാൻസ് മൂവ്മെന്റ്സ് കാണുമ്പോൾ പുള്ളിക്കാരി ചോദിക്കാറുണ്ട്, എന്റെ പെങ്ങള് ചോദിക്കാറുണ്ട്, ഇവനെ ഇല്ലില്ലേ ചോദിക്കാറുണ്ട്. അപ്പോ ശരിക്കും അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് പുള്ളി ചെയ്യാറുള്ളത്. അതുപോലെ വേറെ ഒന്നുണ്ട്, ഈ മുട്ടും കുത്തി ഇങ്ങനെ പോണ പരിപാടി, മുട്ടിന്റെ ചിരട്ട പൊട്ടൂലെ തോന്നിപ്പോകും, അമ്മാരി പോക്കാ പോണത്. അങ്ങനെ ഡാൻസിന് ഒരു യുണീക്ക് ഫാൻസ് ഉള്ള ആളാണ് അല്ലു അർജുൻ. അപ്പൊ നമ്മള് പുള്ളിക്കാരൻ്റെ ഒരു പാട്ട് വരുമ്പോൾ, അതും ഇങ്ങനെ ബീറ്റുള്ള നല്ല അടിപൊളി സോങ് വരുമ്പോൾ വെറുതെ ഒന്നും തുള്ളികളെ ഇല്ലാതെ നല്ല ഡാൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പുഷ്പരാജ് എന്ന് പറയുന്ന ക്യാരക്ടർ വിട്ടുള്ള ഡാൻസ് കൊടുത്തിട്ടുള്ള അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പൊതുവെ ഡാൻസ് വരുമ്പോൾ അല്ലു ഡാൻസ് ഓക്കെ അങ്ങോട്ട് കളിക്കട്ടെ എന്ന് കളിപ്പിക്കലാണ് പതിവ്. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ പുഷ്പരാജ് എങ്ങനെയാണ് ഡാൻസ് കളിക്കുന്നത് അതിൽ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലോ ഇതിലും കൂടുതൽ ബ്രേക്ക് ഡാൻസ് പോലെയൊക്കെ സാധനം ചെയ്യാം. പക്ഷെ ആ മാനറിസവും കാര്യങ്ങളും വിടാതെ തന്നെയാണ് ഡാൻസ് ചെയ്തിട്ടുള്ളത്. അത് ഹൈലൈറ്റ് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം പുഷ്പ വരുമ്പോൾ സിനിമയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു പക്ഷേ ഇതിനേക്കാളും അല്ലു അർജുന്റെ മറ്റു സിനിമകൾ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവാം. പുഷ്പയേക്കാൾ കൂടുതൽ അല്ലു അർജുന്റെ ആര്യയും ഹീറോയും ബണ്ണിയും ഹാപ്പിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം. എന്നിരുന്നാലും ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പുഷ്പയിലെ ആ ക്യാരക്ടർ എങ്ങനെ ആള് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു, A to Z തുടക്കം മുതൽ അവസാനം വരെ ഏത് രീതിയിൽ അത് ഹോൾഡ് ചെയ്തു, ഏത് രീതിയിൽ അത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉള്ളം കൈയുള്ള പോലെ ഇങ്ങനെ കൊണ്ടു നടന്നു എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഇത്രയും പറഞ്ഞപ്പോഴേക്ക് കറണ്ടിന് വാശിയായിട്ടുണ്ട്. ഞാൻ പോയച്ചും വരാം കേട്ടോ. ഇന്ന് കട്ടാണ് പോലും. മാങ്ങാത്തൊലി. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തൂണ് പിളർന്നും ഞാൻ വരും എന്ന് പറയുന്ന പോലെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചും ഞാൻ വരും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ബ്ലഡി ഫുൾ